എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോക്സ്റ്ററിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പഹൽഗാം സംഭവം. ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നാം എല്ലാം അതിൽ ദുഃഖിതരാണ്. അത് ഒരു വശത്ത്. ഇനി എനിക്ക് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് പറയാനുള്ള ഒന്ന്, കഴിയുന്നതും നിങ്ങളുടെ ചീപ്പായിട്ടുള്ള ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ചരിത്ര സ്മാരകങ്ങളെ തകർക്കാനോ അത് ചരിത്ര ഏടുകളിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കാതിരിക്കുക. നമ്മളിപ്പോൾ കേട്ടതാണ് ഇപ്പോൾ നടന്ന ഈ ഭീകരരുടെ ആക്രമണത്തിൽ ഒരു ചിലർ പറയാറുണ്ട്, നെഹ്റു നടത്തിയ സിന്ധു നദീ ജല കരാർ ഒട്ടും ശരിയായില്ല. എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നാം വളരെയധികം ഏതാണ്ട് 99% ഈശ്വര വിശ്വാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജ്യവും ജനതയുമാണ്. ഇവിടെ പല രാജാക്കന്മാരും ചക്രവർത്തിമാരും മന്ത്രിമാരുമൊക്കെ ഭരിച്ചിട്ടുണ്ട്. അവർ ഓരോ വ്യക്തികളും അന്നത്തെ കാലഘട്ടത്തിന് അനുസരണമായി പല സൗധങ്ങളും പല സ്മാരകങ്ങളും ഒക്കെ രാജ്യത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. ഈവൻ രാജാക്കന്മാരും ചക്രവർത്തിമാരിലും ഉപരി നമ്മെ ഒത്തിരി നാൾ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരും ഈ രാജ്യത്തിന് പലതും ചെയ്തിട്ടുണ്ട്. ഒപ്പം ചില ബുദ്ധിമുട്ടുകളും വരുത്തി വച്ചിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ നിർമ്മിച്ച പല നിർമ്മിതികളും ഇന്നും യാതൊരു കുഴപ്പങ്ങളില്ലാതെ നിലനിൽക്കുന്നു. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അത് കാണാൻ സാധിക്കുന്നു, അതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. എന്നാൽ അവയെല്ലാം പല പേരിലും മാറ്റി ആ ചരിത്രങ്ങളിലെ ഏടുകളിൽ നിന്നും മാറ്റാനുള്ള ശ്രമം ഇന്നത്തെ ഭരണാധികാരികൾ കാണിക്കുന്നു. അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ചരിത്രങ്ങളെ വളച്ചൊടിക്കാതിരിക്കുക, അത് ശരിയായ പ്രവണതയല്ല. നിങ്ങൾ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി പുസ്തകങ്ങളിൽ പലതും ചരിത്രങ്ങളെ മാറ്റിക്കളയുക, ഇപ്പോഴത്തുള്ള പുതിയുള്ള പല നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങളെ അതിൽ നിറം പിടിപ്പിക്കുക. അതായിക്കൊള്ളാം, ഒരു കുഴപ്പമില്ല. എന്നാൽ ചരിത്രങ്ങളെ മറച്ചു വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതാരെക്കൊണ്ട് സാധിക്കുകയില്ല. ഇപ്പോൾ ഉള്ള ഭരണം നിങ്ങൾക്കൊരു കണ്ടിന്യൂ ഭരണം കിട്ടുന്ന കാരണം ഇവിടെ എല്ലാം മാറ്റി മറിക്കാം, എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണ അത് തെറ്റായ ധാരണയാണ്. അവനെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇനി ഒരു പ്രധാന ഘടകത്തിലോട്ട് വരാം. ഇപ്പോൾ നടന്ന ഭീകരാക്രമണത്തെ നമുക്ക് ചെറുത്തേ പറ്റൂ. അതിന് കാരണക്കാരെ നാം ശിക്ഷിച്ചിരിക്കണം. അതിൽ യാതൊരു ഇതുമില്ല. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്ന അവൻ്റെ കയ്യിൽ അണുബാമ്പുണ്ട്, അവൻ നമ്മളെ വെച്ച് ഉമ്പാക്കി കാണിക്കും, അത് ചെയ്തേച്ചു, ഓക്കെ, അത് അവൻ്റെ ജോലി. പക്ഷേ ഇന്ന് നമ്മൾ അണുബാമ്പ് ഉപയോഗിക്കാതെ തന്നെ നമ്മളിലുള്ളൊരു വലിയൊരു അണുബാമ്പാണ് ഈ സിന്ധു നദീജല കരാർ. അതുണ്ടാക്കിയത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ
ഇന്നത്തെ ഭരണകൂടത്തിലുള്ള ചിലർ അധിക്ഷേപിക്കുന്നു, മോശമായി സംസാരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കുക, അന്ന് ജവഹർലാൽ നെഹ്റു ചെയ്തത് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു ആയുധമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. ആ കരാർ, അങ്ങനെയുള്ളൊരു കരാർ ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ആയുധം ഇതിനെ ഒരു ആയുധമായി ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്യും, ആ കാലഘട്ടത്തിന് അനുസരണം ഒന്ന് ചെയ്തത് നമ്മൾ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗം കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോൾ തന്നെ ബോംബെയിലുള്ള ടെർമിനലുകൾ, ഓരോ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ഒത്തിരി അവിടെ മാത്രമല്ല, ഇന്ത്യയിൽ ഓരോ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ഓരോ പ്രസ്ഥാനങ്ങൾ അന്ന് ഭരിച്ചിരുന്ന ചക്രവർത്തിമാരുടെയോ രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയോ സംഭാവനകളായി കാണുക. അവർ മരണം പിടിച്ചു കഴിഞ്ഞു, അവർ ഇതൊന്നും ഒപ്പം കൊണ്ടുപോയില്ല, പക്ഷേ അതൊരു സ്മാരകമായി ഇന്നും നിലനിൽക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ താജ്മഹൽ. ഇതൊക്കെ എന്തും ചെറിയ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇവയെല്ലാം ഇടിച്ച് തകർക്കണം, ഇവ ചരിത്ര ഏടുകളിൽ നിന്ന് മാറ്റണം, ഇതൊന്നും പ്രായോഗികമല്ല. നിങ്ങൾ ഏത് ഭരണാധികാരികൾ വന്നാലും നിങ്ങളുടെ ആ ഒരു യശസ് നിലനിർത്താൻ നിങ്ങൾ പണിയുക സ്മാരകങ്ങൾ, ഒരു കുഴപ്പവുമില്ല, അത് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു വലിയൊരു ശില ഗുജറാത്തിൽ സ്ഥാപിച്ചു, നല്ലത്. അത് മോദിയുടെ കാലത്ത് സ്ഥാപിച്ചെന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചുള്ളൂ, അത് വാസ്തവമാണ്. അതുകൊണ്ട് കഴിയുന്നതും എനിക്ക് ഇപ്പോഴുള്ള ഈ ഭരണ സംവിധാനങ്ങളോട് ഒന്ന് മാത്രം, ചരിത്രങ്ങളെ ഏടിൽ നിന്നും മാറ്റാതിരിക്കുക. അത് മാറ്റുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. ഭരണം വേറെ, ചരിത്രം വേറെ, രണ്ടിനെയും ഒരേ ത്രാസിൽ തൂക്കാതിരിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ആരൊക്കെ, നിങ്ങൾ ഒരു പുറം രാജ്യത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായി അവർ ബിൽഡ് ചെയ്ത ഓരോ സ്മാരകങ്ങളും അതിൻ്റേതായ രീതിയിൽ ഇന്ന് നിലനിർത്തുന്നു. ഉദാഹരണത്തിന് നോക്കുക, നമ്മുടെ ട്രിവാൻഡ്രത്തെ സെക്രട്ടേറിയറ്റ്, ആ കെട്ടിടം അതുപോലെ ഇന്ന് പണിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമുള്ള, അതിന് നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന മൂല്യം കുറച്ചൊന്നുമായിരിക്കില്ല. അതെന്നും തല എടുപ്പോടെ ഇന്നും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഇതുപോലെ പല പ്രസ്ഥാനങ്ങളും എവിടെ നോക്കിയാലും ഇതെല്ലാം നമ്മുടെ പുരാതന കാലം മുതൽ നമുക്ക് പലരും സമ്മാനിച്ച നേട്ടങ്ങളാണ്. അതിനെക്കുറിച്ച് ഓർക്കുക. സോ എനിക്കിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഈ പത്രവാർത്തകൾ കൂടി ചിലപ്പോൾ വളരെ അവിശ്വസനീയമായ ചില വാർത്തകൾ വരാറുണ്ട്. ആ ഒരു വാർത്തകൾ കൂടിയാണ് എനിക്കിങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും ശേഷിപ്പുകൾ ഈ രാജ്യത്തുണ്ട്. ഉള്ളതിനെ നശിപ്പിക്കാതിരിക്കുക, അതിൻ്റെ പേര് മാറ്റാതിരിക്കുക. ഇവിടെ ഏത് ഒരു ഹിന്ദുവിൻ്റെ പേര് വെച്ചതുകൊണ്ടോ, മുസൽമാൻ്റെ പേര് വെച്ചുകൊണ്ടോ, ക്രിസ്ത്യാനിയുടെ പേര് വെച്ചുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ടൊരു ദോഷവുമില്ല. അതുകൊണ്ട് വളരെ മോശമായൊരു ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. അത് ഒട്ടും ശരിയുള്ള കാര്യമല്ല. പ്രതികരിക്കാത്ത പലരുമുണ്ട്, വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ളവർ പലതുമുണ്ട്. അവരൊന്നും പ്രതികരിക്കാറില്ല, പക്ഷേ അവർ മനസ്സിൽ കുറിച്ചു വയ്ക്കാറുണ്ട്, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ഒന്നും നല്ലതല്ല, ഇതെല്ലാം മോശമായൊരു പ്രവണതയാണ്. സോ നമ്മുടെ ഇനിയെങ്കിലും ഈ എന്തെങ്കിലും കരാറുകൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉപായം കണ്ടെത്താമെന്ന് നോക്കുക. ഇപ്പോൾ ഈ നമ്മുടെ ഈ സിന്ധു നദീജല കരാർ നമുക്ക് എത്ര കണ്ട് ഗുണം ചെയ്യുന്നു. ആ ഒരു കരാർ വെച്ച് പാകിസ്ഥാൻ നമ്മൾ ഇതിൻ്റെ ശ്വാസം വിടാത്ത രീതിയിൽ ആക്കിയത്, അതിനുള്ള പ്രൗഢ യഥാർത്ഥത്തിൽ ആർക്കാണ് പോകേണ്ടത് ഒന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്.
നമ്മളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ കാര്യങ്ങൾ. എന്നാൽ അദ്ദേഹം ഒരിക്കലും ചിന്തിച്ച് കാണില്ല ഇന്നിങ്ങനെ പാകിസ്ഥാനായിട്ട് പ്രശ്നം വരും, ഇതൊരു ഉപയോഗിക്കാനുള്ള ആ രീതിയിലൊന്നും അദ്ദേഹം അന്ന് ചിന്തിച്ചിരിക്കില്ല. അദ്ദേഹം ഉണ്ടാക്കിയ കരാർ നല്ലതിനും ഉണ്ടാക്കി, അതിപ്പോൾ നമുക്ക് നല്ലതായി ഭവിച്ചു. എല്ലാവരെയും ഒന്ന് ഓർത്താലും. ഒരിക്കൽ കൂടി പറയുന്നു, ദൈവീകത ഇനിയെങ്കിലും ചരിത്ര സ്മാരകങ്ങളെ തകർക്കാതിരിക്കുക, അതിനെ ഇല്ലാതാക്കുക. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു.